ഇന്ന് തദ്ദേശ തർക്കം കൊച്ചി കോർപ്പറേഷനിലേക്ക്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ശ്രദ്ധേയമാകുന്നത് ഈ കോർപ്പറേഷനിലെ പോരാട്ടമാണ്. ഇഞ്ചോടിഞ്ച് തീപാർന്ന പോരാട്ടങ്ങളാണ് കഴിഞ്ഞ ഇലക്ഷനുകളിലെല്ലാം കൊച്ചി കണ്ടത്. BJPയും തങ്ങളുടെ കരുത്തറിയിച്ചതോടെ ഓരോ വോട്ടും കൊച്ചിയിൽ നിർണായകമായി മാറുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുമുന്നണിക്ക് കൊച്ചിൻ കോർപ്പറേഷനിൽ ഭരണം നിലനിർത്താൻ കഴിഞ്ഞത് ഒരു സർക്കസുകാരന്റെ മെയ്വഴക്കത്തോടെയാണ്. ഭരണം അട്ടിമറിക്കാൻ BJPയും ഭരണം പിടിച്ചെടുക്കാൻ കോൺഗ്രസും പലകുറി ശ്രമിച്ചു. അപ്പോഴെല്ലാം ഇടതുമുന്നണി ഭരണം നിലനിർത്തിയത് വിരലിലെണ്ണാവുന്ന കൗൺസിലർമാരുടെ പിന്തുണയോടെയാണ്. അതും കോൺഗ്രസ് വിമതന്മാരായി മത്സരിച്ച കൗൺസിലർമാരുടെ പിന്തുണയോടെ. 74 അംഗ കൊച്ചി കോർപ്പറേഷനിൽ UDFന് 31ഉം LDFന് 34 സീറ്റുകളാണ് ലഭിച്ചത്. കൂടാതെ വിമതരായ 4 പേരും NDA സ്ഥാനാർത്ഥികളായ 5 പേരും വിജയിച്ചു. BJPയുടെ നിലപാട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായകമായിരുന്നു. ഇടതുമുന്നണിയെയോ UDFനെയോ പരസ്യമായി ഒരു ഘട്ടത്തിലും BJP പിന്തുണച്ചില്ല. വിമതരുടെ സഹായത്തോടെയാണ് പല ഘട്ടങ്ങളിലും LDF അട്ടിമറികൾ അതിജീവിച്ചത്. UDF സീറ്റ് നൽകാത്തതുകൊണ്ട് വിമതരായി മത്സരിച്ച 4 പേരുണ്ടായിരുന്നു. അവരാണ് പിന്നീട് കൊച്ചി ആര് ഭരിക്കണമെന്ന് തീരുമാനിച്ചത്. ആ 4 പേരെയും ഈ ഘട്ടം വരെ കൂടെ നിർത്താൻ കഴിഞ്ഞതാണ് ഇടതുമുന്നണിയുടെ വിജയവും. ഭരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തങ്ങളുടെ 34 കൗൺസിലർമാരെ കൂടാതെ മുസ്ലിം ലീഗ് വിമതൻ TK അഷ്റഫ് ഉൾപ്പെടെ 2 സ്വതന്ത്രരുടെ പിന്തുണയും ഇടതുമുന്നണിക്ക് ലഭിച്ചു. UDFന് 31 കൗൺസിലർമാരുണ്ട്. ഒരു സ്വതന്ത്രൻ അവരെ പിന്തുണച്ചു. പിന്നീട് മുണ്ടംവേലി ഡിവിഷൻ കൗൺസിലർ മേരി കലിസ്റ്റ പ്രകാശൻ UDFനുള്ള പിന്തുണ പിൻവലിച്ചു. അവർ LDFനൊപ്പം നിന്നതോടെ LDFന് 38 പേരുടെ പിന്തുണയാണ് ഇപ്പോഴുള്ളത്. ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വിധിയെഴുത്തുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസം ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തിനിടയിൽ അടിസ്ഥാനപരമായ ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞ ഒരു കൗൺസിലാണ്. വെല്ലുവിളികൾ സ്വാഭാവികമാണ്. ആ വെല്ലുവിളികളെ മറികടക്കുക എന്ന് പറയുന്ന പ്രവർത്തനത്തിലാണ് ഞങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. 1978 മുതൽ 32 വർഷം അധികാരത്തിലിരുന്ന LDF 2010 തെരഞ്ഞെടുപ്പിലാണ് പരാജയപ്പെടുന്നത്. തുടർന്ന് ടോണി ചമ്മണിയും കോൺഗ്രസിലെ B ഭദ്രയും യഥാക്രമം മേയറും ഡെപ്യൂട്ടി മേയറുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2015 UDF കോർപ്പറേഷൻ ഭരണം നിലനിർത്തി. കോൺഗ്രസിലെ സൗമിനി ജെയിൻ മേയറായി. എന്നാൽ 2020 LDF ഭരണത്തിലെത്തി. ഇത്തവണ ഭരണം തിരികെ പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDFനെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. 10 വർഷം UDF ആയിരുന്നു കോർപ്പറേഷൻ ഭരിച്ചിരുന്നത്. ആ കാലയളവിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളല്ലാതെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഒരു പുതിയ വികസന പദ്ധതികൾ കൊച്ചി നഗരസഭയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാത്ത ഒരു ഭരണസമിതിയാണ് ഇന്ന് കൊച്ചി നഗരസഭയിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ UDFനെ സംബന്ധിച്ച് ഞങ്ങളുടെ കാലത്ത് ചെയ്ത വികസന പദ്ധതികൾ, റോഡുകൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണ്. ജനങ്ങൾ UDF തിരിച്ചു വരണം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി മേയർ സ്ഥാനാർത്ഥി N വേണുഗോപാലിന്റെ തോൽവിയാണ്. ഒരു വോട്ടിനാണ് BJP അവിടെ വിജയിച്ചതെങ്കിലും UDFന്റെ സിറ്റിംഗ് സീറ്റായ ഐലൻഡ് നോർത്ത് വാർഡിലെ തോൽവി ഞെട്ടിക്കുന്നതായിരുന്നു. 5 സീറ്റുള്ള BJPക്ക് അത് 2 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. കൊച്ചി നഗരസഭയിൽ നമുക്കറിയാം BJPക്ക് ഇപ്പോൾ 5 കൗൺസിലർമാരാണ് കൊച്ചി നഗരസഭയിൽ നിലവിലുള്ളത്. കൊച്ചി നഗരസഭയെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ 5 വർഷമായിട്ട്, അതായത് കോവിഡ് തുടങ്ങിയ ഒരു കാലഘട്ടം മുതൽ ഇപ്പോൾ 2025 നമ്മൾ എത്തുമ്പോൾ കൊച്ചി നഗരസഭയിലെ എല്ലാ വികസനങ്ങൾക്കും പരോക്ഷമായോ പ്രത്യക്ഷമായിട്ടോ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായത്തോടുകൂടിയാണ് എല്ലാ പദ്ധതികളും നടപ്പിലാക്കിയിരിക്കുന്നത്. കൊച്ചി നഗരസഭയിലെ തനത് ഫണ്ട് ധാരാളം ഉണ്ടെങ്കിൽ പോലും ആ ഫണ്ട് ഉപയോഗിച്ചുള്ളൊരു വികസനം നമ്മൾക്ക് ഇന്നും സാധ്യമായിട്ടില്ല. അപ്പോൾ വികസനം എന്ന് പറയുന്ന ഒരു കാര്യം കൊച്ചി നഗരത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത് BJPയുടെ കേന്ദ്ര സർക്കാർ തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന് 40.2% വോട്ടുകളാണ് ലഭിച്ചത്. 2015 2.8% വർധനവ്. UDFന് 37.9% വോട്ടുകൾ ലഭിച്ചു. മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ 0.7% നേരിയ വർധനവുണ്ടായി. 15% വോട്ടുകൾ പിടിച്ച് BJPയും കരുത്ത് തെളിയിച്ചു. 1.7% വോട്ടുകളാണ് BJPക്ക് അധികമായി കിട്ടിയത്. ഇത്തവണ കൊച്ചി കോർപ്പറേഷനിൽ 2 ഡിവിഷനുകൾ കൂടി വർദ്ധിപ്പിച്ചതോടെ ആകെ ഡിവിഷനുകളുടെ എണ്ണം 76 ഉയർന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് കൊച്ചി കോർപ്പറേഷന്റെ പുതിയ മന്ദിരം. മാറി മാറി വന്ന ഭരണസമിതികൾ ഈ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കാൻ ഏറെ ശ്രമിച്ചു. പക്ഷേ ഇത്തവണ ഉറപ്പായും പണി പൂർത്തിയാകുമെന്നാണ് ഭരണക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ മേയറെ ഈ കെട്ടിടത്തിലേക്ക് എത്തിക്കുമ്പോൾ ഉറപ്പായും അവർ ശ്രമിക്കുക
തുലാസിലല്ലാത്ത ഒരു ഭരണം ഉറപ്പിക്കാനായിരിക്കും. ഷാഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.